മാള ജൂതസ് സിനഗോഗിന്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ MP. എത്രയും പെട്ടെന്ന് നവീകരണം നടത്തി നശിച്ചു പോകാത്ത രീതിയിൽ സിനഗോഗിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും MP അഭ്യർത്ഥിച്ചു. മഴ പെയ്തതോടെ ചാലക്കുടി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഡിവൈൻ സ്റ്റോപ്പിന് സമീപം സർവീസ് റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. വിദ്യാലയങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യം ഒഴിവാക്കാനായി വനംവകുപ്പ് രൂപീകരിച്ച മിഷൻ സർപ്പയുടെ പ്രത്യേക സംഘം ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെത്തി. പാമ്പുകൾ വന്നിരിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ജൂതസ് സിനഗോഗിന്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുസ്ലിസ് അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് നവീകരണം നടത്തി നശിച്ചു പോകാത്ത രീതിയിൽ സിനഗോഗിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും MP അഭ്യർത്ഥിച്ചു. ഇതിൻ്റെ ഈ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. കാരണം ഇത് നേരത്തെ പഞ്ചായത്തിന് കൈമാറിയതാണ് സ്ഥാപനം. അപ്പോൾ സ്വാഭാവികമായും ആർക്കാണോ കൈമാറിയത് അവരാണ് ഇത്തരത്തിലുള്ള പൈതൃക സ്ഥാപനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത്. പക്ഷെ പഞ്ചായത്ത് അതിനുശേഷം ഇത് മുസ്ലിസിനെ ഏൽപ്പിച്ചു. മുസ്ലിസ് ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം 75 ലക്ഷം രൂപ മുടക്കി ഇതിന് നവീകരണ പ്രവർത്തനത്തിന് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അത് എത്ര രൂപ ചെലവഴിച്ചു, എന്തെല്ലാം പണി ചെയ്തത് എന്നതിനെക്കുറിച്ച് മുസ്ലിസ് സ്വാഭാവികമായി തുറന്നു പറയേണ്ടതാണ്. ഞാൻ മുസ്ലിസിന് ഗവൺമെൻറ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. ഏത് പൈതൃക സ്ഥാപനങ്ങളും ഏത് വസ്തുക്കളും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഗവൺമെൻറ്റിനുണ്ട്, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുണ്ട്. മാളയിൽ ദിവസങ്ങൾക്ക് മുൻപ് മേൽക്കൂര തകർന്ന ജൂതസ് സിനഗോഗ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൈതൃക സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം സിനഗോഗ് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംബസിയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞത് ദൗർഭാഗ്യകരമായി. എംബസി മുഖേന എങ്ങനെ നവീകരിക്കാൻ കഴിയുമെന്നും MP അഭിപ്രായപ്പെട്ടു. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. ബഹുമാനായ മന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞാണെന്ന് എനിക്കെല്ലാം പത്രങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഇത് എംബസിക്ക് കത്ത് എഴുതുന്നു. എംബസിക്ക് എഴുതേണ്ട ഒരു കത്ത് എഴുതേണ്ടതല്ല. കാര്യം ഏത് എംബസിക്ക് എഴുതേണ്ടത്? ഇതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സ്വത്താണ്. എംബസിക്ക് എഴുതിയത് വീണ്ടും ഇത് ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൈമാറുക എന്നതാണ് അതിനകത്ത് തൊലി വരുന്നത്. അത് നിർഭാഗ്യപരമായി പോയി അദ്ദേഹം അങ്ങനെ പ്രസ്താവന കൊടുത്തു. എംബസി എല്ലാം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാം, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാം, മുസ്ലിസിന് ചെയ്യാം, പഞ്ചായത്തിന് ചെയ്യാം. ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കും. ഏത് എംബസിക്കാണ് അദ്ദേഹം കത്തെഴുതുന്നത് എന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തണം. മഴ പെയ്തതോടെ ചാലക്കുടി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഡിവൈൻ സ്റ്റോപ്പിന് സമീപം സർവീസ് റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. റോഡിൽ മുട്ടോളം വെള്ളം ഉയർന്നതോടെ വാഹനയാത്ര ദുഷ്കരമായി. മഴ പെയ്തതോടെ ചാലക്കുടിയിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സർവീസ് റോഡിൽ നിന്നും കാനയിലേക്ക് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. അശാസ്ത്രീയ കാന നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്ന് ആരോപണം ഉയരുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ വെജ് ബിരിയാണിയോ കുട്ടികൾക്ക് നൽകണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും മെനുവിൽ ഉൾപ്പെടുത്തി. റാഗി ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നൽകണം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സ്കൂളുകളിൽ വിളമ്പാൻ പോകുന്ന ഉച്ചഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. റാഗി ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നൽകണം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സ്കൂളുകളിൽ വിളമ്പാൻ പോകുന്ന ഉച്ചഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. ലെമൺ റൈസ്, വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം. ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കുറുമ നൽകുന്നു. മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് പരിഷ്കരണം. മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങി വിവിധയിനം വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയോടൊപ്പം കൂട്ടുകറി, കുറുമ തുടങ്ങി എന്തെങ്കിലും വെജിറ്റബിൾ കറികളും നൽകുന്നു.
വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ 1-2 ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യവും പരിഗണിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണ്. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ്, മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, പാലുപയോഗിച്ച് ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പോക്സോ കേസിൽ പ്രതിയായ മാള CPM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സമരം DCC ജനറൽ സെക്രട്ടറി A അഷറഫ് ഉദ്ഘാടനം ചെയ്തു. അവിചാരിതമെന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം അവിചാരിതമായിട്ടാണ് ഇത് പുറത്തു വന്നത്. കുറെ നാളുകളായി CPM-ന്റെ അകത്ത്, വലിയ പറമ്പിലെ ലോക്കൽ കമ്മിറ്റിക്ക് അകത്ത്, വലിയ പറമ്പിലെ സഖാക്കൾക്കിടയിൽ നീറുന്ന പുകയുന്ന ഒരു കാര്യം വളരെ അവിചാരിതമായിട്ട് പുറത്തു വന്നു എന്ന് മാത്രം. നമുക്കറിയാം, ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ പരിശോധിച്ചവർ ഒറ്റ സഖാക്കളും ഇന്ന് പുറത്തില്ല. നേതാക്കൾ ആരും പുറത്തേക്ക് തലയിടുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ മാറി നിൽക്കുകയാണ്. ആരുടെ പേരാണ് ഇനി ഈ 16-കാരൻ വിളിച്ചു പറയുന്നത് എന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതിവിശേഷത്തിൽ എങ്ങനെ പുറത്തു വരും? ഞങ്ങളുടെ ജാഥ കടന്നുപോയത് ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലൂടെയാണ്. എന്നാ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസിലെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കിയപ്പോൾ അവിടെ വാതിലടച്ച് ജനലടച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്യുക, ഒത്തുതീർക്കാൻ ശ്രമിച്ചവരുടെ പേരിൽ കേസെടുക്കുക, CPM പോലീസ് ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ സമരത്തിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോഷി കാഞ്ഞൂത്തറ, സോയ് കോലംചേരി, അബി പ്രസാദ്, അമൻ അൻസാർ, ഷെർലി ജോയ്, വത്സൻ പഴൂക്കര, അമ്പളി സജീവ്, ജോയ് ചാക്കോള, ജിയോ കൊടിയൻ, ഷീല ജോസ് എന്നിവർ പ്രസംഗിച്ചു. മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ MA ലൈലകുമാരി, PTA പ്രസിഡന്റ് NA അബ്ദുൾ ഷുക്കൂർ, വാർഡ് മെമ്പർ ജോബി ശിവൻ, ഹൈസ്കൂൾ HM D ബിജു, LP പ്രധാന അധ്യാപിക P വീണ, MB ഹംസ, CV ബിജു, NM ഉഷ എന്നിവർ സംസാരിച്ചു. KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് സ്മൃതി ദിനം ആചരിച്ചു. ശാഖ പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷത വഹിച്ചു. മാള ഏരിയ യൂണിയൻ ട്രഷറർ UV വിശ്വനാഥൻ, ശാഖ സെക്രട്ടറി UD സജീവൻ, MK കുമാരൻ, KK വിജയൻ, പരമു തടത്തി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനാചരണം നടത്തി. കോടാലിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷൈനി ബാബു, AM ബിജു, PC വേലായുധൻ, തങ്കമണി മോഹനൻ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. സുരേഷ് P അരിക്കാട്, KK ഗോകുലൻ, നന്ദകുമാർ കോരപ്പത്ത, ജോയ് പുരയിടം, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യം ഒഴിവാക്കാനായി വനവകുപ്പ് രൂപീകരിച്ച മിഷൻ സർപ്പയുടെ ഭാഗമായുള്ള മുനിസിപ്പൽ തല സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെത്തി. പാമ്പുകൾ വന്നിരിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകും. സ്കൂൾ കോമ്പൗണ്ടിൽ പാമ്പിനെ കണ്ടാൽ സ്കൂൾ അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് പ്രത്യേക സംഘമെത്തി പാമ്പിനെ പിടികൂടും. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ KG രഞ്ജിത്ത്, K പ്രദീപ് കുമാർ, സർപ്പ വളണ്ടിയർ PB ബിബീഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പാലിയം തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. പാലിയം തുരുത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻ ആരോഗ്യമന്ത്രി J ചിത്തരഞ്ജന്റെ സ്മരണാർത്ഥം AITUCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആതുരാലയ കാരുണ്യ സ്പർശം പരിപാടിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകളും വീൽചെയറും വിതരണം ചെയ്തു.
AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലത ശിവദാസ് ഏറ്റുവാങ്ങി. TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. KG ശിവാനന്ദൻ, PP സൈലേഷ്, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, AS സുരേഷ് ബാബു, സുമാ ശിവൻ, LC പോൾ, KN രാമൻ, OC ജോസഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ THLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ 31 വിദ്യാർത്ഥികൾ MLAയിൽ നിന്നും ക്യാഷ് അവാർഡും മെമന്റോയും ഏറ്റുവാങ്ങി. 10 A+ വാങ്ങിയ 17 കുട്ടികൾക്കും NMAS വിജയികൾക്കും കഴിഞ്ഞ വർഷത്തെ 8-9 ക്ലാസുകളിലെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും അവാർഡുകൾ സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റ് K അജയൻ, നഗരസഭാ വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി. ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ 2 സംസ്കരണ യൂണിറ്റ് ഉണ്ടെങ്കിലും നിലവിൽ ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ഒരു മരണം നടന്നാൽ വീടുകളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ 2 സംസ്കരണ യൂണിറ്റും പ്രവർത്തനക്ഷമമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തിയത്. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KS സുനിൽകുമാർ, ON ജയദേവൻ, രശ്മി ബാബു, ശിവറാം, വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി സെന്ററിലേക്ക് ആവശ്യമായ കട്ടിലുകളും പെയിന്റിംഗ് സാമഗ്രികളും ചിറക്കൽ കിഴക്കേ കളപ്പാട്ടിൽ കുടുംബ ട്രസ്റ്റ് കൈമാറി. 30 കട്ടിലുകളും മറ്റ് സാമഗ്രികളുമാണ് കൈമാറിയത്. 3 ബെഡ് മാത്രമുള്ള വിമുക്തി സെന്റർ ഇപ്പോൾ 30 ബെഡ് സൗകര്യത്തിലേക്ക് സർക്കാർ ഉയർത്തിയിരുന്നു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 9 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികൾ സെന്ററിൽ നടത്തിവരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രോഗികൾക്ക് ആവശ്യമായ 30 കട്ടിലടക്കമുള്ളവ ട്രസ്റ്റ് നൽകിയത്. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു, C അംബുജാക്ഷി, CB രമേശൻ, രഞ്ജിത്ത് രാമൻപിള്ള, സിസ്റ്റർ MJ ബീന, PRO ശോഭ വിൽസൺ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ജൂത സിനഗോഗിന്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ MP. എത്രയും പെട്ടെന്ന് നവീകരണം നടത്തി നശിച്ചു പോകാത്ത രീതിയിൽ സിനഗോഗിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും MP അഭ്യർത്ഥിച്ചു. മഴ പെയ്തതോടെ ചാലക്കുടി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഡിവൈൻ സ്റ്റോപ്പിന് സമീപം സർവീസ് റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. വിദ്യാലയങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യം ഒഴിവാക്കാനായി വനംവകുപ്പ് രൂപീകരിച്ച മിഷൻ സർപ്പയുടെ പ്രത്യേക സംഘം ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെത്തി. പാമ്പുകൾ വന്നിരിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.